ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നിങ്ങൾ നോക്കുന്നത് എൻ്റെ കൂടെയുള്ള രണ്ടുപേരും ഇവിടെ നല്ലേ. അവരെ ഇതേം കൂട്ടിയിട്ടില്ല, ഞാൻ ഇന്ന് ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ഒരു വെറൈറ്റി സംഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഇന്ന് ഞാൻ എന്നും ചെയ്യുന്നത് പോലെ ഒരു ഗെയിമുമായിട്ടല്ല വന്നിരിക്കുന്നത്, മറിച്ച് ഞാനൊരു വൈൻ ഉണ്ടാക്കാനായിട്ട് പോവാണ്. നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇത് റെഡിയാക്കാനായിട്ട് പോകുന്നത്. ഞാൻ മുന്തിരിയുടെ വൈൻ ഇട്ടിട്ടുണ്ട്, പക്ഷെങ്കിൽ പൂവമ്പഴം വെച്ചിട്ട് ഞാൻ വൈൻ ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഞാൻ ഇന്ന് അങ്ങനെ ഒരു വൈന് ഇടാനായിട്ട് പോവുകയാണ്. അപ്പം വൈനിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? ബാ, കാണിച്ചു തരാം. ഇത് നമ്മുടെ നല്ല പൂവമ്പഴമാണ്. അത് ഇച്ചിരി നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. കാരണം വൈൻ ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഇച്ചിരി തൊലി കറുത്ത പൂവമ്പഴമാണ് എപ്പോഴും നല്ലത്. അതുകൊണ്ട് ഇത് ഇച്ചിരി നന്നായിട്ട് പഴുത്ത പഴമാണ്. അതിൻ്റെ കൂടെ നമുക്ക് ഷുഗർ വേണം. പിന്നെ വേണ്ടത് ഗോതമ്പ്. ഇതിപ്പോൾ നുറുക്ക് ഗോതമ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. മറ്റേ സാധാ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സാധാ ഗോതമ്പുണ്ടല്ലോ, അത് ഇട്ടാലും മതി. പിന്നെ ലേശ ഈസ്റ്റ് വേണം. പിന്നെ ഇതിനകത്തിടുന്ന 2-3 ഗ്രാമ്പു ഇടണം. അതുപോലെ തന്നെ കറുവപ്പട്ട, പിന്നെ നമ്മുടെ തക്കോലം എന്ന് പറയും, അതിലൊരു ശകലം പിള്ളേരൊക്കെ ഇപ്പം നക്ഷത്രം എന്ന് പറയുന്നതിന്. അപ്പം എന്തു ആയിക്കോട്ടെ, ഈ സംഭവമാണ്. അപ്പം ഇതേലും ഒരു ശകലം ഇട്ട് അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ വൈൻ നമ്മൾ റെഡിയാക്കുന്ന. കൂടെ ഒരല്പം ഈസ്റ്റ് വേണം. അതിൻ്റെ കൂടെ നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളം വേണം. പിന്നെ നമുക്ക് എല്ലാത്തിലും മെയിനായിട്ട് വേണ്ടത് ഒരു കുപ്പി ഭരണിയാണ് നമുക്ക് വേണ്ടിയത്. അതായത് നമുക്ക് പ്ലാസ്റ്റിക് കുപ്പിയിൽ നമ്മൾ ഒരിക്കലും വൈൻ ഇടാൻ പാടില്ല. അപ്പോൾ വൈൻ ഇടാനായിട്ട് നമുക്ക് ഏറ്റവും നല്ലത് ഇതുപോലത്തെ കുപ്പിയുടെ ഭരണിയാണ്. അപ്പം ഞാൻ ഇന്ന് അങ്ങനെ ഒരു ഭരണി നന്നായിട്ട് കഴുകി ഉണക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഴം പൊളിച്ച് സെറ്റാക്കി വരാം. അപ്പോൾ എന്താ, നമ്മളിത് പൊളിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അത് കത്തി വെച്ചിട്ടോ, ഞാനിപ്പോൾ സ്പൂൺ വെച്ചാണ്, കാരണം നന്നായിട്ട് പഴുത്തതായതുകൊണ്ട് സ്പൂണ് മതി. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് അപ്പം നമ്മൾ കട്ട് ചെയ്ത പഴം നമ്മൾ നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്യണം. ഇതിന് ശേഷം നമ്മളിതിനെ ഈ നന്നായിട്ട് ഉണങ്ങിയിരിക്കുന്ന ഈ കുപ്പിക്കകത്തോട്ട് ഇങ്ങനെ ആക്കണം. അപ്പം നമ്മുടെ പൂവമ്പഴം ഇവിടെ നന്നായിട്ട് സ്മാഷ് ചെയ്ത് ഇതിലേക്ക് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് വേണ്ട ഗ്രാമ്പൂ, ഏലക്കയും കറുവപ്പട്ടയൊക്കെ നമ്മൾ ഇതിന് എടുത്തിട്ടുണ്ട്. നമുക്കത് ഇതിലേക്ക് ചേർക്കാം. കണ്ട, ഗ്രാമ്പൂ ഒരു 5-6 എണ്ണം ഇടാം. 5 എണ്ണം മതിയാവും. ഒത്തിരി ഇട്ടാലും അങ്ങ് ഭയങ്കര ഇതായിപ്പോൾ ഒത്തിരി വീര്യമൊന്നും വേണ്ട, അത്യാവശ്യമൊക്കെ മതി. അതുകൊണ്ട് നമുക്ക് 5 ഗ്രാമ്പൂ മതിയേ. അപ്പോൾ 5 ഗ്രാമ്പൂ നമ്മളങ്ങോട്ട് ഇടുകയാണ്. അതിനുശേഷം നമുക്ക് ഈ ഏലക്ക 2 ഏലക്കായ എടുത്തിട്ടുള്ളൂ. അത് നമ്മളങ്ങോട്ട് പൊളിച്ചിട്ടിടാം. ഏലക്കയുടെ തൊലി അഴുക്കാന്നല്ലേ പറയുന്നത്. അപ്പം നമുക്ക് ഏലക്കയുടെ തൊലി അങ്ങ് കളഞ്ഞിട്ട് ഏലക്കയുടെ അകത്തെ സീഡ് മാത്രം നമുക്ക് ഇടാവേ. തൊലി നമുക്ക് കളയാം. തൊലി നമ്മൾ ഇതെല്ലാം ഒരുപാട് വിഷം അടിച്ച് എടുക്കുന്ന സാധനങ്ങളല്ലേ. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഈ തക്കോലം, നമ്മുടെ ഈ നക്ഷത്രത്തെ നമുക്ക് ഒടിച്ച് അധികം വേണ്ട അല്ലേ. കറുവപ്പട്ട. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് വേറൊന്നുമല്ല, നമ്മുടെ ഗോതമ്പാണ്. ഇത് നുറുക്ക് ഗോതമ്പാണ്. നമ്മളിതങ്ങോട്ട് ചേർക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, ഒന്നും വെള്ളമയം ഉണ്ടാകാൻ എല്ലാം കഴുകി ഉണക്കിയൊക്കെ എടുത്തിട്ട് ഇടാവുള്ളൂ. ഒട്ടും വെള്ളമയം കാണാൻ പാടില്ല. നമ്മൾ ആ ഗോതമ്പ് പൊടി ഇട്ടു. ഇനി നമുക്ക് ഇടേണ്ടത് ഷുഗറാണ്. ഷുഗർ നമ്മൾ ഗോതമ്പ് പൊടിയല്ല, നുറുക്ക് ഗോതമ്പ്. ഇനി നമുക്ക് വേണ്ടത് ഷുഗറാണ്. നമ്മൾ ഷുഗർ കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടിയത് ഈസ്റ്റാണ്. നമുക്കൊരു കുറച്ച് ഈസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുക.
1 ടീസ്പൂണേ ഉള്ളൂ, അത് നമ്മൾ ചേർത്ത്. ഇനിയും ഇതിലേക്ക് വേണ്ടത് വേറെ നമുക്ക് ഇതിനെല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് എല്ലാം ഒന്ന് ഇളക്കി നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് ഇളക്കണം. ഇളക്കുമ്പോൾ ഓർക്ക് തടിയുടെ സ്പൂൺ ഉപയോഗിക്കണം. നമുക്കിതിലേക്ക് ഒരു 2.5 ലിറ്റർ തിളപ്പിച്ചാറിയ വെള്ളം ചേർക്കണം. അപ്പം അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് അപ്പം നമ്മളിതിലേക്ക് 2.5 ലിറ്റർ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ ഓർക്ക് ഇങ്ങനെ നമ്മൾ ഇളക്കി ചേർക്കുമ്പോൾ ഒരേ ഡയറക്ഷനിലേക്ക് തന്നെ ഇളക്കാൻ ശ്രദ്ധിക്കണം. നമ്മുടെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. വൈകിടുന്നതിന് വലിയ പണിയൊന്നുമില്ല. ഇപ്പം നമുക്ക് നല്ല പഴം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചത്. എന്നാലും നമുക്ക് നോക്കാം. ഞാൻ ഇത് ആദ്യമായിട്ടാണ്. ഇനി നമുക്കിത് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെയോ വൈകിട്ടോ 10 ദിവസത്തോളമൊക്കെ ഇരുന്നച്ചാൽ മതി. എല്ലാ ദിവസവും രാവിലെയോ വൈകിട്ടോ ഏതെങ്കിലും ഒരു സമയം നമ്മളിത് ഇതിൻ്റെ മൂടി തുറന്ന് നമ്മളിത് ഇതുപോലെ ഇളക്കി കൊടുക്കണം. നമ്മൾ എങ്ങനെയാണോ ഏത് സൈഡിലോട്ടാണോ റൈറ്റ് സൈഡിലോട്ടാണോ റൈറ്റ് സൈഡ് ഡയറക്ഷനിൽ നമ്മൾ ഇളക്കി കൊടുത്ത് എല്ലാ ദിവസവും അങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് നോക്കണം. ഒന്നെങ്കിൽ രാവിലെ ഇല്ലെങ്കിൽ വൈകുന്നേരം അങ്ങനെ ചെയ്ത് 10 ദിവസം കഴിയുമ്പോൾ ഇതെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇത് അടപ്പ് കൊണ്ടല്ല നമ്മളിത് അടയ്ക്കാൻ പോകുന്നത്. നമ്മൾ നല്ലൊരു വെള്ള തുണി കൊണ്ടാണ് നമ്മളിത് കെട്ടിവെക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ ടോയിൻ വെച്ച് നമ്മളിങ്ങനെ കെട്ടിവെക്കുകയാണെങ്കിൽ നല്ല വശമെങ്കിൽ നമുക്ക് ദിവസം ഇത് അഴിച്ച് ഇത് ഇളക്കേണ്ടതായതുകൊണ്ട് ഞാൻ തൽക്കാലം റബ്ബർ ബാൻഡാണ് ഇടാൻ പോകുന്നത്. അങ്ങനെ നമുക്കിപ്പോൾ ഇത് കെട്ടിവെക്കാം. ഓക്കെ, നല്ല വെള്ള തുണി വെച്ചിട്ട് നല്ല തുണി വെച്ച് നമ്മളിങ്ങനെ മൂടി. അപ്പോൾ ടോയിനിട്ട് കെട്ടേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ എന്നും അഴിക്കേണ്ടതായതുകൊണ്ട് നമുക്ക് റബ്ബർ ബാൻഡ് ഇട്ടാൽ നമുക്ക് അങ്ങോട്ട് സെറ്റാക്കി വെക്കാം. സെറ്റായിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതെടുക്കുമ്പോൾ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കാൻ എല്ലാവരും വരണം കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ ഈ വൈൻ റെസിപ്പി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണൂടെ ഒന്ന് അടിച്ചു പൊട്ടിക്കുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പം ഞങ്ങൾ 3 പേരുടെ അടുത്ത അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.